मबरूक मेरे बेटा, तुम बिग ब्रदर हो गए, बिग बी हो गए और तुम स्मॉल बी। मबरूक मबरूक. So you have another baby. Okay. How are you feeling now? Very happy. Happy or weird? Both. How are you feeling, Ricky brother? Happy. Let's hope for the best. Here we go. ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നറിയുന്നതിന് ഒരു മാസം മുന്നേ ഞങ്ങളുടെ ലൈഫ് ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു. ഹോഴ്സ് റൈഡുകളും അഡ്വെഞ്ചറസ് ഓഫ് റോഡ് ഡ്രൈവുകളും അടിപൊളി. പിന്നെയാണ് അറിയുന്നത് 1.5 മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുതരം എക്സൈറ്റ്മെൻ്റ് ആണോ ഷോക്കാണോ ആകെ ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ ഇത്രയും അഡ്വെഞ്ചറസ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ ഒരു ചെറിയ ഫ്രാക്ചറും വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് 1.5 മാസം പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഒരാൾക്ക് ഇത്രയും പോരെ ഒരു എക്സൈറ്റ്മെൻറ്റും ഷോക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഏറ്റവും ചെറുത് ഞാനാണെങ്കിലും ഇച്ചായൻ്റെ തറവാട്ടിലെ തന്നെ ഏറ്റവും മൂത്ത ആൾ ഇച്ചായന. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണവും ഞങ്ങളുടെ 2 മക്കളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് കാണും ഇനി 3ാമത്തെ പ്ലാനിങ് ഇല്ല എന്നുള്ളത്. പക്ഷെ അവരെല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ 3ാമത്തെ സദ്വാർത്തയുമായിട്ട് മുന്നോട്ട് വന്നത്. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് ഇവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാട്ടോ. ആദ്യത്തെ 2 മക്കൾ കഴിഞ്ഞ് 10 കൊല്ലത്തിന് ശേഷമാണ് ഇച്ചാൻ്റെ 3ാമത്തെ അനിയൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മക്കളായിരുന്നു ഏറ്റവും എക്സൈറ്റഡ്. അതുകൊണ്ട് അവരെയും കൊണ്ട് ഒരു സെലിബ്രേഷന് പോയി. അങ്ങനെ പിന്നെ ക്രേവിങ്സിൻ്റെ കാലല്ലേ, ഉപ്പുമാങ്ങ തുടങ്ങി മസാല ദോശ. പിന്നെ എന്താ ഇത്രയും നല്ലൊരു അവസരം ഇനി വീണ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് തീർത്തു. എൻ്റെ എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഒരു ഹാപ്പിനെസ് തന്നിരുന്നത് കേട്ടോ. മക്കളൊക്കെ എന്ത് വേണം അമ്മയ്ക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. കാരണം ഇത്രയും ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. ജ്യൂസ് വേണോ, ചായ വേണോ, കാപ്പി വേണോ, ഏത് നേരം വരിക, വാവനെ കിസ് ചെയ്യുക, പിന്നെ മസാജിങ് വേറെ ലെവലായിരുന്നു. ഇത്രയും ഏജ് ഗ്യാപ്പിൽ വാവ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മക്കൾ എന്നെ അതുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് പ്രഗ്നൻസി ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മദർ ഇൻ ലോ വന്നു. മമ്മി ഒരു 2 മന്ത്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും ഡാഡി മമ്മി വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു ചെറിയ പ്രഷർ പോലെയൊക്കെ ഫീൽ ചെയ്തപ്പോഴാണ് പിന്നെ ഞാൻ അവരുടെ ടിക്കറ്റ് പ്രീപോൺ ചെയ്യിപ്പിച്ചത്. അങ്ങനെ അവർ 11th അവർ വരുന്നു. 17th ആകുമ്പോഴേക്കും എനിക്ക് പെയിൻ വന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഡാഡി മമ്മിയൊക്കെ കഴിഞ്ഞപ്പോൾ സത്യത്തിലൊരു ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. കാരണം അവർ വരുന്നതിന് മുന്നേ എനിക്ക് പെയിൻ എങ്ങാനും വന്നാലോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ടെൻഷൻ. മക്കൾക്കാണെങ്കിൽ അവർ പഠിച്ച എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണാൻ പറ്റിയൊരു ലക്ക് കിട്ടിയ പോലെ ആയിരുന്നു അവരുടേത്. ആൻഡ് ഐ വാസ് സോ ബ്ലെസ്ഡ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഡോക്ടർ എവർ. ഡോക്ടർ കബനീനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഷീ വാസ് മോർ ലൈക്ക് എ സിസ്റ്റർ ദാൻ എ ഗൈനക്കോളജിസ്റ്റ്.